വിജയ്, ബീഹാറിലേക്ക് ലഷ്കർ ഇ തോയ്ബ ഭീകരർ നുഴഞ്ഞു കയറുന്നു എന്നുള്ള വാർത്തകൾ വരുന്നു. വീണ്ടും ഓപ്പറേഷൻ സിന്ദൂർ ഉണ്ടാകുമോ? എന്താ അവസ്ഥ? അത് അമേരിക്കൻ പിന്തുണയോടെ പാകിസ്ഥാൻ വീണ്ടും ഇന്ത്യയിൽ പ്രശ്നം ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ് എന്നാണ് പുതിയ വാർത്തകൾ വരുന്നത്. അതായത് പഹൽഗാം മോഡൽ ഒരു ഭീകരാക്രമണം. പഹൽഗാം ശരിക്കും ഒരു ഫെയിൽഡ് ഭീകരാക്രമണമാണ്. അതിൽ കൂടുതൽ അവിടെ ഉണ്ടായിരുന്നു. അത് നടന്നില്ല എന്നുള്ളതായിരുന്നു പഹൽഗാമിൽ അവർക്ക് ഉണ്ടായിരുന്ന പരാതി ലഷ്കർ ഇ തൈബയ്ക്ക്. അപ്പോൾ അത് കുറച്ചും കൂടെ അവരെന്താണോ അന്ന് ആഗ്രഹിച്ചത് അതേ സ്കെയിലിൽ തന്നെ ഇംപ്ലിമെൻ്റ് ചെയ്യാനായിട്ട് അത്തരത്തിലൊരു ഭീകരാക്രമണം ബീഹാറിൽ നടത്താൻ വേണ്ടിയാണ് അവർ ശ്രമിക്കുന്നത് എന്നാണ് പുതിയ വാർത്ത വരുന്നത്. അത് ഇതിൽ പാകിസ്ഥാൻ ഇതിൻ്റെ പങ്കുണ്ടോ എന്നുള്ള ചോദ്യത്തിന് വലിയ പ്രസക്തിയൊന്നും ഇപ്പോൾ ഇല്ല. അത് അറിയാമായിരിക്കുമല്ലോ അതിൻ്റെ കാരണം എന്താണെന്നുള്ളത്. ഇപ്പോൾ പാകിസ്ഥാൻ ഒരു ഭൂമിക്കും ലോകത്തെല്ലായിടത്തും തന്നെ എക്സ്പോസ്ഡ് ആയിട്ട് നിൽക്കുന്ന ഒരു രാജ്യമാണ്, തീവ്രവാദ രാഷ്ട്രം. അതായത് അവിടുത്തെ ഭരണഘടന തന്നെ സ്പോൺസർ ചെയ്യുന്ന ഒരു തീവ്രവാദം എന്നുള്ള രീതിയിൽ. അതായത് ബീഹാറിൽ 3 ജെയ്ഷെ മുഹമ്മദ് ഭീകരരുടെ സാന്നിധ്യമുണ്ട് എന്നാണ് ഇപ്പോൾ ഇൻ്റലിജൻസ് റിപ്പോർട്ട് വന്നത്. അതിനെ തുടർന്ന് പോലീസ് സംസ്ഥാനത്ത് കനത്ത ജാഗ്രതയിലാണ്. അവിടെ സംസ്ഥാനത്തിൻ്റെ പല ഭാഗത്തും തിരച്ചിൽ നടത്തുന്നുണ്ട്. സംസ്ഥാനത്തെ പോലീസ് സന്നാഹങ്ങളും ഇൻ്റലിജൻസ് എല്ലാം തന്നെ വളരെ ഊർജിതമായിട്ടുണ്ട് ഇപ്പോൾ. കാരണം ബീഹാർ അടുത്ത 2 മാസത്തിനുള്ളിൽ തന്നെ ഒരു തിരഞ്ഞെടുപ്പിലേക്ക് പോകുന്ന ഒരു സംസ്ഥാനമാണ്. വാശിയേറിയ തിരഞ്ഞെടുപ്പാണ് ബീഹാറിൽ നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ ഒരു കാലഘട്ടമായിരിക്കും. ആൾക്കൂട്ടം ഒരുപാട് സ്ഥലങ്ങളിലേക്ക് ഉണ്ടാകുന്ന ഒരു റാലികളും മറ്റും അതുപോലെ തന്നെയുള്ള തിരഞ്ഞെടുപ്പ് യോഗങ്ങളൊക്കെ അവിടെ നടക്കേണ്ട സ്ഥലമാണ്. അപ്പോൾ അവിടെ ഈ മറ്റു ദേശീയ നേതാക്കളുടെ സാന്നിധ്യം വളരെ വിപുലമായി തന്നെ ബീഹാറിൽ ഉണ്ടാകും. അപ്പോൾ കാരണം ഈ ഒരു നിർണായകമായിട്ടുള്ള തിരഞ്ഞെടുപ്പാണ്. ഭരണപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം പ്രതിപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഒരു നിർണായകമായിട്ടുള്ള തിരഞ്ഞെടുപ്പാണ് ഇപ്പോൾ അരങ്ങേറാൻ പോകുന്നത്. അപ്പോൾ രാഹുൽ ഗാന്ധിയുടെ വോട്ടധികാര യാത്രയ്ക്ക് ഇപ്പോൾ അവിടെ തന്നെ നടക്കുന്നുണ്ട്. സെപ്റ്റംബർ 1-ാം തീയതി വോട്ടധികാര യാത്രയുടെ സമാപന സമ്മേളനം പാറ്റ്നയിലാണ് നടക്കുന്നത്. അപ്പോൾ അതിനുശേഷം ബി ജെ പിയുടെ നരേന്ദ്രമോദിയും അതുപോലെ തന്നെ അമിത്ഷായും എല്ലാം തന്നെ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന് അവിടെ എത്തുന്നുണ്ട്. പടുകൂറ്റൻ റാലികൾ സംഘടിപ്പിക്കുന്നുണ്ട്. ഇതിനൊക്കെ കൃത്യമായ സുരക്ഷ ഏർപ്പെടുത്തേണ്ടതുണ്ട്. പക്ഷേ ഈ സുരക്ഷയ്ക്കും അതുപോലെ തന്നെ മറ്റ് സന്നാഹങ്ങൾക്കും എല്ലാം ഭീകര സാന്നിധ്യം വെല്ലുവിളിയാവുകയാണ്. കാരണം ഇവിടെ ഈ പറയുന്ന ഒരു മാക്സിമം ഡാമേജിന് സാധ്യതയുള്ള ഒരു കാലഘട്ടമാണ് ഇനി ബീഹാറിലേക്ക് വരുന്നത്. കാരണം ഇലക്ഷൻ്റെ ഈ പറഞ്ഞ പോലെ ഇത്രയും റാലികൾ, ഇത്രയധികം രാഷ്ട്ര നേതാക്കൾ ഒക്കെ അവിടെ വരുന്നുണ്ട്. അപ്പോൾ ഒരു ഡാമേജ് ഉണ്ടാക്കുക എന്ന് പറയുന്നത് അത് ലോകം മുഴുവൻ അറിയുന്ന ഒരു ഡാമേജ് ആയിരിക്കും. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, പഹൽഗാമിൽ സാധ്യമാകാത്തത് ഇവിടെ സാധ്യമാക്കാനാണ് അവരുടെ ലക്ഷ്യം ഇത്തവണ. ഈ 3 ജെയ്ഷെ ഭീകരന്മാർ എന്തിനാണ് ഭാരതത്തിൽ എത്തിയതെന്നുള്ളതാണ് ഉയർന്നു കേൾക്കുന്ന ഒരു ചോദ്യം. അതായത് അത് ബീഹാറിൽ എത്തിയതിന് എന്തിനാണെന്നുള്ളത് എല്ലാവർക്കും അറിയാം. പക്ഷേ എന്താണ് അവരുടെ ഒരു മോഡസ് ഓപ്പറാൻഡി എന്നുള്ളതാണ് ചോദ്യം. അതും ബീഹാറിൽ തന്നെ എത്തിയത് എന്തിനാണ് എന്നുള്ളത്. ബീഹാർ തിരഞ്ഞെടുക്കാൻ കാരണം അവിടെ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ആയിരിക്കണം എന്നാണ് അനുമാനം. എന്ത് മാർഗമാണ് എത്തിയത് എന്നുള്ളതാണ് ചോദ്യം. അതായത് ആരാണ് എത്തിച്ചത്? ജെയ്ഷെ മുഹമ്മദിൻ്റെ ഈ ആസ്ഥാന മന്ദിരം തകർത്തതിന് അവർ പകരം വീട്ടാൻ ഒരുങ്ങിയിരിക്കുകയാണോ എന്ന് ചോദ്യങ്ങളൊക്കെ ഇപ്പോൾ ഉന്നയിക്കപ്പെടുന്നുണ്ട്. അതായത് ബഹബാൽപൂരിലുള്ള ജെയ്ഷെ മുഹമ്മദിൻ്റെ ആസ്ഥാന മന്ദിരം അതുപോലെ തന്നെ ജെയ്ഷെ മുഹമ്മദിൻ്റെ ട്രെയിനിങ് സെൻറ്റർ ഒരു മൊത്തത്തിൽ ജെയ്ഷെ മുഹമ്മദിൻ്റെ എല്ലാം ആയിരുന്ന ഒരു ആസ്ഥാന മന്ദിരമാണ് ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് ചുട്ടുകരിച്ചത്. അപ്പോൾ മൗലാന മസൂദ് അസറിൻ്റെ കുടുംബാംഗങ്ങളും വളരെ പ്രധാനപ്പെട്ട ആ സംഘടനയിലെ തീവ്രവാദികളെല്ലാം തന്നെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ജെയ്ഷെ മുഹമ്മദ് പകരം വീട്ടാൻ ഒരുങ്ങുമോ എന്നൊരു ചോദ്യം അന്നേ തന്നെ ഉയർന്നിരുന്നതാണ്. ആ ജെയ്ഷെ മുഹമ്മദ് ഭീകരരാണ് 3 പേർ ഇപ്പോൾ നേപ്പാൾ അതിർത്തി വഴി ഇന്ത്യയിലേക്ക് കടന്നിരിക്കുന്നത്. പാകിസ്ഥാനിൽ നിന്നും അവർ നേപ്പാളിലേക്ക് യാത്ര ചെയ്തത് ഓഗസ്റ്റ് ആദ്യ വാരം ആണ് എന്നാണ് ഇപ്പോൾ റിപ്പോർട്ടിൽ വരുന്നത്. നേപ്പാളിൽ നിന്നും ഇന്ത്യയിലേക്ക് കടന്നതാകട്ടെ ഓഗസ്റ്റ് 2-ാം വാരവും. അപ്പോൾ ഈ തീവ്രവാദികളുടെ പേരുകളടക്കം വളരെ കൃത്യമായ റിപ്പോർട്ടാണ് ഇൻ്റലിജൻസ് ഏജൻസികൾ ഇപ്പോൾ ബീഹാർ പോലീസിന് നൽകിയിരിക്കുന്നത്. പാകിസ്ഥാൻ മിലിറ്ററിയുടെ ആസ്ഥാനമായ റാവൽപിണ്ടി സ്വദേശി ഹസ്നൈൻ അലി, ഉമർകോട്ട് സ്വദേശി ആദിൻ ഹുസൈൻ, അതുപോലെ തന്നെ ബഹവാൽപൂർ സ്വദേശി മുഹമ്മദ് ഉസ്മാൻ, ഈ 3 കൊടും ഭീകരരാണ് ഈ നേപ്പാൾ അതിർത്തി വഴി ഇപ്പോൾ ബീഹാറിലേക്ക് നുഴഞ്ഞു കയറിയിരിക്കുന്നത്. ഇവർ ബീഹാറിൽ എവിടെയോ ഉണ്ട് എന്ന് തന്നെയാണ് ഇപ്പോഴും സംശയിക്കപ്പെടുന്നത്. പക്ഷേ ഏത് ജില്ലയിലാണ്, എവിടെയാണ് ഇവർ താമസിക്കുന്നത് എന്നുമായി ബന്ധപ്പെട്ട വിവരങ്ങളൊന്നും തന്നെ ഇതുവരെ ലഭിച്ചിട്ടില്ല. പോലീസ്, രഹസ്യാന്വേഷണ ഏജൻസികളും ഇവർക്ക് വേണ്ടിയിട്ടുള്ള തിരച്ചിൽ തുടരുകയാണ്. ഇവർ ഏതെങ്കിലും തരത്തിലുള്ള ആക്രമണം നടത്തുകയാണ് എങ്കിൽ തീർച്ചയായും ഇതിൽ പാകിസ്ഥാന് പങ്കുണ്ടെന്ന കാര്യത്തിൽ തർക്കമൊന്നും ഉണ്ടാവില്ല. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം അസീം മുനീർ വളരെ വികാര വിക്ഷോഭിതനായിരുന്നാണ് അമേരിക്കയിൽ പോയി ഒരു പ്രസംഗം കാഴ്ചവെച്ചത്. അദ്ദേഹത്തിൻ്റെ ഈ പാകിസ്ഥാൻ്റെ തന്നെ വളരെ വളരെ ക്ലോസ്ഡ് സർക്കിളിനകത്താണ് ഇത് പറഞ്ഞതെങ്കിൽ പോലും അതിന് നമ്മളൊരു സീരിയസ്നെസ് കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം ഒരു മദ്യപൻ്റെ വാക്കുകൾ, അതായത് ഇവിടെ ഒരു ലോഡ് ശവം വീഴുമെന്നൊക്കെ പറയുന്ന ഒരു മദ്യപൻ്റെ വാക്കുകൾക്ക് അത്രയും സീരിയസ്നെസ് കൊടുത്താൽ മതി എന്നുള്ള ഇതുകൊണ്ടായിരിക്കാം ഇന്ത്യ അതിന് ഔദ്യോഗികമായ റിപ്ലൈ ഒന്നും നൽകിയിരുന്നില്ല. പക്ഷേ
നമ്മളവിടെ പറയേണ്ട ഒരു കാര്യം എന്തെന്ന് പറഞ്ഞാൽ അവർ തിരിച്ചടിക്ക് വെമ്പൽ കൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ്. കാരണം ലോകത്തിന് മുമ്പിൽ പാകിസ്ഥാൻ നാണം കെട്ടിരിക്കുകയാണ്. ഓപ്പറേഷൻ സിന്ദൂർ വെറും 4 ദിവസം കൊണ്ടാണ് പാകിസ്ഥാൻ ഇന്ത്യയുടെ മുമ്പിൽ മുട്ടുകുത്തിയത്. അപ്പോൾ അതിന് ഒരു നല്ല തിരിച്ചടി, അത് ഒരിക്കലും ഒരു ഔദ്യോഗികമായ രീതിയിൽ, സൈനികമായ രീതിയിൽ സാധ്യമല്ല എന്ന് അവർക്കറിയാം. അപ്പോൾ ഇതുപോലെ തീവ്രവാദപരമായിട്ടുള്ള രീതികളിലൂടെ ഒരു തിരിച്ചടി അവർ നൽകാൻ ഈ രാജ്യത്തിനെ അങ്ങനെയെങ്കിലും കുറച്ച് മുറിവേൽപ്പിക്കാൻ അവർ ആഗ്രഹിക്കുന്നുണ്ടെന്നത് വളരെ വ്യക്തമായ കാര്യമാണ്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും പോലീസ് അന്ന് തന്നെ സൈന്യം അന്ന് തന്നെ പറഞ്ഞിരുന്നതാണ്, ഏതെങ്കിലും തരത്തിലുള്ള ആക്രമണം നടത്തുകയാണെങ്കിൽ തീർച്ചയായും ഇതിൽ പാകിസ്ഥാന് പങ്കുണ്ടെന്നുള്ള രീതിയിൽ തന്നെ അനുമാനിക്കും. ഈ പാകിസ്ഥാനെതിരെ ഒരു യുദ്ധം എന്നുള്ളത് തന്നെയായിരിക്കും ഇനി ഇന്ത്യയുടെ നിലപാട് എന്നുള്ളത് ഇവിടുത്തെ നേതൃത്വവും പറഞ്ഞിരുന്നു, സൈന്യവും ഒരുപോലെ പറഞ്ഞിരുന്ന കാര്യമാണ്. പാകിസ്ഥാന് പങ്കുണ്ടെന്ന് മാത്രമല്ല, പാകിസ്ഥാന്റെ പങ്ക് സംശയാതീതമായി തെളിയിക്കാൻ സാധിക്കുമെന്ന് ഇന്ത്യ എന്ന് പറഞ്ഞിരുന്നു. കാരണം നേരത്തെ തന്നെ ഇന്റലിജൻസ് വിവരങ്ങളുണ്ട്. അവർ എങ്ങനെയാണ് അതിർത്തി കടന്നതെന്നും അവർക്ക് സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നത് ആരൊക്കെയാണെന്നും പാകിസ്ഥാന്റെ ഹാൻഡിലർ ആരൊക്കെയാണെന്നൊക്കെ ഇപ്പോൾ തന്നെ രഹസ്യാന്വേഷണ ഏജൻസികൾക്ക് വിവരം കിട്ടിയിട്ടുണ്ടാകും. അവർ പിടിയിലാകാതെ മറ്റേതെങ്കിലും തരത്തിലുള്ള ഭീകരാക്രമണം നടത്തുകയാണെങ്കിൽ ഇന്ത്യ പാകിസ്ഥാൻ ബന്ധം വഷളാകുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള വെടിനിർത്തൽ പ്രഖ്യാപിച്ചപ്പോൾ ഉണ്ടായിരുന്ന ഏക മാനദണ്ഡമെന്ന് പറഞ്ഞാൽ ഇനി ഒരിക്കലും ഇന്ത്യയിൽ ഇങ്ങനെയുള്ള ഭീകരാക്രമണവും നടക്കാൻ പാടില്ല എന്നുള്ളതാണ്. ഇങ്ങനെ ഒരു ആക്രമണം നടന്നു കഴിഞ്ഞാൽ അത് പാകിസ്ഥാന് നേരിട്ട് നടത്തുന്ന പ്രകോപനമായി ഇന്ത്യ കണക്കാക്കും. ഇതായിരുന്നു ഉടമ്പടി. അപ്പോൾ എന്തായാലും ഓപ്പറേഷൻ സിന്ദൂർ പുനരാരംഭിക്കും എന്ന് തന്നെ നമുക്ക് കരുതേണ്ടി വരും. കാരണം ഈ ഒരു ഭീകരപ്രവർത്തകർ പിടികൂടിയില്ല എന്നുണ്ടെങ്കിൽ, അവർ അവരുടെ ദൗത്യത്തിൽ വിജയിക്കുകയാണെന്നുണ്ടെങ്കിൽ ഓപ്പറേഷൻ സിന്ദൂർ പുനരാരംഭിക്കും എന്ന് തന്നെ കരുതേണ്ടി വരും. അത് മാത്രമല്ല, ഇനി ഇവരെ പിടികൂടുകയാണെന്നുണ്ടെങ്കിലും ഇവരെ ഇവിടെ എത്തിക്കാൻ സഹായിച്ചത് ആരാണ്? അതിൽ ഇന്ത്യയിലുള്ള ചാരന്മാർ, നമുക്കറിയാം കഴിഞ്ഞ കുറേ മാസങ്ങളിൽ ഒരുപാട് ചാരന്മാരെയാണ് ഇതിൽ ഡിഫൻസിൽ തന്നെ ഉള്ളവരുണ്ട്. അങ്ങനെ പല 30 വെള്ളിക്കാശിന് യേശുക്രിസ്തുവിന് ഒറ്റ കൊടുത്തതുപോലെ ഈ 2 ലക്ഷം രൂപയ്ക്ക് വരെ ഇന്ത്യയെ ഒറ്റ കൊടുത്ത UD ക്ലർക്കിനെയൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ അതുപോലെയുള്ള ഉദ്യോഗസ്ഥർക്ക് ഇതിൽ പങ്കുണ്ടോ, അല്ല സാധാരണ പൗരന്മാർക്ക് പങ്കുണ്ടോ, ഇതെല്ലാം തന്നെ അന്വേഷിക്കുന്നതായിരിക്കും. അങ്ങനെ എന്തെങ്കിലും ഒരു പങ്കുള്ളവരെ കണ്ടെത്തി കഴിഞ്ഞാൽ അവരെയും ഇതുപോലെ മാതൃകാപരമായി ശിക്ഷിക്കുന്നതായിരിക്കും. എന്തായാലും പാകിസ്ഥാൻ അമേരിക്കയുടെ പിൻബലത്തിലാണ് ഈ കളിക്കുന്നത് എന്നുള്ള കാര്യം വളരെ വ്യക്തമാണ്. അമേരിക്ക പാകിസ്ഥാനെ പിന്തുണയ്ക്കുകയും ഇന്ത്യ ഈ ആക്രമണത്തിന് തിരിച്ചടി നൽകിക്കൊണ്ട് ഓപ്പറേഷൻ സിന്ദൂർ പുനരാരംഭിക്കുകയും ചെയ്താൽ എന്താകുമെന്നുള്ളൊരു ആശങ്ക ലോകം മുഴുവൻ ഇപ്പോൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു കാര്യമാണ്. ഇനി കൂടുതൽ ഇന്ത്യ പാക് ബന്ധത്തിൻ്റെ സങ്കീർണതകൾ എവിടെയൊക്കെ പോകും എന്നൊക്കെയുള്ള ആശങ്കകൾ ഇപ്പോൾ എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കാൻ പോലും സാധിക്കാത്ത ഒരു അവസ്ഥയിലാണ്, ഒരു സാഹചര്യത്തിലാണ് ഇരു രാജ്യങ്ങളും നിൽക്കുന്നത്. എന്തായാലും ഭീകരവാദികളെ കണ്ടുപിടിക്കാനും ഭീകരവാദികൾ ഏതെങ്കിലും തരത്തിലുള്ള ആക്രമണങ്ങൾക്ക് മുതിരുന്നതിന് മുമ്പ് അവരെ ജയിലിൽ അടയ്ക്കാനുമുള്ള അന്വേഷണം കേന്ദ്ര ഏജൻസികൾ ആരംഭിച്ചു കഴിഞ്ഞു എന്ന് തന്നെ പറയാം.